നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു സ്ഥാപനം നാടിന് ഭീഷണിയായി മാറുന്നു എന്നുള്ളത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. സത്യസരണി എന്നാണ് ഈ സ്ഥാപനത്തിന് പേര്. മലപ്പുറം ജില്ലയിലാണ്. ഈ സ്ഥാപനത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം കേന്ദ്ര ഏജൻസികൾ വലിയ രീതിയിൽ തന്നെ അന്വേഷണം നടത്തി, റെയ്ഡുകൾ നടത്തി. ഏകദേശം കഴിഞ്ഞ ഒക്ടോബർ മാസം തന്നെ 56 കോടി രൂപ സ്വത്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്രയുമുള്ള സാമ്പത്തികത്തിനുള്ള സ്വത്തുക്കൾ കണ്ടുകിട്ടുന്ന അവസ്ഥ. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ ഒരു സ്ഥാപനത്തിനെതിരെ കേന്ദ്ര ഏജൻസികൾ വന്ന് ചെയ്യുമ്പോൾ അത് വെറുതെ തമാശയായിട്ട് നിസ്സാരമായിട്ട് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ഇതിന് പുറകിൽ കൃത്യമായിട്ടുള്ള ഡാറ്റ, തെളിവുകളുണ്ട്. കേന്ദ്ര ഏജൻസികൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം അടച്ചുപൂട്ടുന്ന രീതിയിലേക്ക് പോകുന്ന രീതിയിൽ കൃത്യമായിട്ട് ഇതിനെ ഒന്ന് ബ്ലോക്ക് ചെയ്തത്. ഈ സ്ഥാപനം നാടിന് ഭീഷണി എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇത് കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനയുടെ നിയന്ത്രണത്തിനുള്ള ഒരു സ്ഥാപനമാണ്, സംശയമില്ല. അത് പലരുടെയും പേരിലൊക്കെ ആയിരിക്കാം, പക്ഷെ ഇതിന്റെ നിയന്ത്രണം ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെയാണ്. PFIയുടെ ഒന്നാം നിര നേതാക്കന്മാർ മാത്രമാണ് തിഹാർ ജയിലിലും ഗാസിയാബാദ് ജയിലിലൊക്കെ കിടക്കുന്നത്. ബാക്കി എല്ലാവരും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട്. ഒന്നാം നിര പോയപ്പോഴും 2, 3, 4 ഗ്രൗണ്ട് തലത്തിലുള്ള PFIയുടെ പ്രവർത്തകർ എല്ലാവരും ഇവിടെയുണ്ട്. ഇവർ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം കേന്ദ്ര ഏജൻസികൾ വന്ന് മാത്രമേ ഞങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു ആത്മവിശ്വാസമാണ്. കാരണം സംസ്ഥാന ആഭ്യന്തര വകുപ്പിനോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ ഒന്നും പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SDP എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നും അവരുടെ പ്രവർത്തനത്തിൽ ഇടപെടാനോ അതിനെ എതിർക്കാനൊന്നും യാതൊരുവിധ താല്പര്യമില്ല. ഈ താല്പര്യമില്ലാത്തത് എന്താണ്? SDP-യുടെ ദേശീയ നേതാക്കന്മാർ പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ നേതാക്കന്മാരായിരുന്നു. അങ്ങനെ ഒരുപാട് സാഹചര്യം അതിന്റെ നേതാക്കന്മാരുടെ ഒരു ചരിത്രമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ PFI സ്ഥാപക നേതാക്കന്മാർ തന്നെ SDP-യുടെ ദേശീയ അധ്യക്ഷനൊക്കെയായി ഇവിടെ ഇരുന്നിട്ടുണ്ട്. അതിലൊരാളാണ് ഇന്നിപ്പോ ജയിലിൽ കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കലാപരിപാടികൾ പോപ്പുലർ ഫ്രണ്ട് SDP-യുമായി ബന്ധപ്പെട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമാണ് SDP, തർക്കമില്ല. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തിന് നടപടി എടുക്കുമ്പോൾ അത് SDP-യെ ബാധിക്കും. സംസ്ഥാന സർക്കാരുമായി വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ നിയോജക മണ്ഡലത്തിൽ പരസ്യമായിട്ട് SDP-യുടെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞതാണ്. അത് ഞാൻ ഓരോ വീഡിയോയിലും പലപ്പോഴായിട്ട് ഓർമ്മിപ്പിക്കാറുള്ളതാണ്. എന്താ പറഞ്ഞത്? SDP-യുടെ പിന്തുണ ഇത്തവണ BJP ഇവിടെ വിജയിക്കാൻ സാധ്യതയുള്ളതിന്റെ പേരിൽ LDF-നാണ് എന്നുള്ളത് പരസ്യമായിട്ട് പറഞ്ഞു. ഏതെങ്കിലും ഒരു CPM നേതാവ്, ശിവൻകുട്ടിയാണ് അവിടെ മത്സരിച്ചത് CPM സ്ഥാനാർത്ഥിയായിട്ട്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു DYFI-കാരൻ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ ഈ SDP അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ സംവിധാനമായിട്ടുള്ള SDP ഇങ്ങനെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചിട്ട് അഭിമന്യു എന്ന് പറയുന്ന ഒരു SFI-കാരന്റെ ഒരു സജീവ പ്രവർത്തകന്റെ ജീവനെ മുൻനിർത്തിയിട്ടാണെങ്കിൽ പോലും ഇവർക്കൊന്ന് നോ പറയാനുള്ള ഒരു മനസ്സൊരു കാണിച്ചു ഇല്ല. പരസ്യമായിട്ട് കാണിച്ചു ഇല്ല. അവർക്ക് രഹസ്യമായിട്ട് ഒരു വോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും പരസ്യമായിട്ട് പോലും അത് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടായില്ല. അപ്പൊ അത്രത്തോളം ഭീതിജനകമായിട്ടുള്ള അവസ്ഥയിൽ ഇവിടെ ഇതുപോലെയുള്ള സംഘടനകൾക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാം. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു പോക്ക്. ഒരു സംശയമില്ല. നമ്മുടെ നാടിന് ഭീഷണിയാകുന്ന സംഘടനകളെ ഇവിടെ വലിയ രീതിയിൽ അവരെ എതിർക്കാതെ, തളർത്താതെ മുന്നോട്ട് പോവുക. ഇതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ മുന്നോട്ട് കൊണ്ട് നയിക്കാനുള്ള, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകുന്ന സമയത്ത് എതിർക്കാതിരിക്കുന്ന ഒരു നയം. ഇതാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇവർക്ക് വോട്ട് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. നാടിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവരിപ്പോ സ്വാഭാവികമായിട്ട് ഇവർക്ക് കൃത്യമായിട്ട് ഇവിടുത്തെ ക്രൈസ്തവന്റെയും ഹൈന്ദവ സമൂഹത്തിന്റെയും വോട്ട് കിട്ടിപ്പോരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിന്റെ വലിയൊരു വോട്ട് ബാങ്ക് വർഷങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് ചെയ്തു പോകുന്നത്. ഇവിടെ ആന കുത്താൻ വന്നാലും, ആകാശം ഇടിഞ്ഞു വീണാലും, സഖ്യപർവ്വതം തകർന്നു വീണാലും നമ്മുടെ നാട്ടിലെ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യുമെന്നുള്ള ഒരു മനോഭാവമാണ് ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക്. ഇതിന് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. വലിയ മാറ്റം നിസ്സാരമല്ല. ഈ മാറ്റം എന്ന് പറഞ്ഞത് ചരിത്രപരമായിട്ടുള്ള മാറ്റമായിട്ട് തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കാണ് അവിടുത്തെ ഈഴവ സമൂഹത്തിന് വലിയൊരു വോട്ട് പോയത്. ഇത് ഒരു തമാശയായിട്ടുള്ള കാര്യമല്ല, ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ സത്യസരണി പോലെയുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചിരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്തിനാണ് അവർ പ്രവർത്തിച്ചിരുന്നത്? അല്ലെങ്കിൽ ഇപ്പോഴും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പണപ്പിരിവ് നടത്താൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഇവരിപ്പോ സോഷ്യൽ മീഡിയ വഴി സത്യസരണിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പണപ്പിരിവ് വലിയ രീതിയിൽ നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണെന്ന് വന്നിരിക്കുന്നത്. നിസ്സാരമായിട്ടുള്ള കാര്യമല്ല, വലിയ സംഭവം, ഗുരുതരമായിട്ടുള്ള സംഭവം. അപ്പൊ ഇവിടെ ഇതുപോലുള്ള സംഭവം ചെയ്തത് എന്താണ് സത്യസരണിയുടെ പ്രവർത്തനം എന്താണ്? കൃത്യമാണ്. ഇവിടെ അന്യമതസ്ഥരായിട്ടുള്ള ആളുകളെ മതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാര്യം. ഇതിന്റെ ഉള്ളിലൂടെ ഇവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. സാമ്പത്തികം വരുന്നു, അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള മീറ്റിങ്ങുകൾ നടത്താൻ പറ്റുന്നു, പലരും കൂടെ ഒളിപ്പിക്കാൻ പറ്റുന്നു. ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടത്താൻ സാധിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഇതിനെ മാറ്റിയിരിക്കുകയാണ്.
ഇതിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നാണ് ഹിന്ദു ഐക്യവേദി ഇങ്ങോട്ട് ഒരു വലിയ മാർച്ചൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. പക്ഷെ സർക്കാർ, നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതിനെതിരെ നടപടിയെടുക്കാതെ മുന്നോട്ട് പോവുകയാണ്. ഇതാണ് ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള ഏകമായിട്ടുള്ള ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു സംഭവം. ഇത് നമ്മൾ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഈ ഒരു മനോഭാവത്തിനെതിരെ നമ്മൾ നിലകൊണ്ടില്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ കേരളം അനുഭവിക്കാൻ പോകുന്നത്, കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗം അനുഭവിക്കാൻ പോകുന്നത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതമായിരിക്കും. തർക്കമില്ല. ലവ് ജിഹാദ് അല്ലെങ്കിൽ നാർക്കോട്ടിക് ജിഹാദ് ഇതുപോലുള്ള സംഭവങ്ങൾ പരസ്യമായിട്ട് പറയുമ്പോൾ നമ്മൾ കടിച്ചു കീറാനാണ് വരുന്നത്. പാലാ ബിഷപ്പായിട്ടുള്ള മാർ ജോസഫ് കല്ലറിങ്ങാട്ടിൽ അദ്ദേഹം കല്ലറിങ്ങാട്ടിൽ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നമ്മളത് നിസ്സാരമല്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇന്ന് കൃത്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഭീകരത, ഇതാണ് അപകടം. ഇതിനെതിരെ ശബ്ദിക്കാത്ത ഭരണാധികാരികളുണ്ടെങ്കിൽ അതിലും വലിയ അപകടം. നരേന്ദ്രമോദിയും അമിത്ഷായും അജിത് ഡോവൽ അടക്കമുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം മാത്രമേ സത്യസരണിയുടെ അകത്തേക്കും സത്യസരണി പോലുള്ള സംവിധാനത്തിന്റെ പ്രവർത്തനത്തെ തടയിടാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളത് രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ട് ദേശീയ നേതൃത്വം അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ സംസ്ഥാന സർക്കാരിന് ഇതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം, അയ്യോ അത് മോഡിയാണ് ചെയ്യുന്നത്, മോഡി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നത്, ഇവിടെ മറ്റേ പോപ്പുലർ ഫ്രണ്ടിനെതിരെ വേട്ട അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള വേട്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് പറയുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇതുപോലെയുള്ള ഭരണാധികാരികളുടെ നിലപാട് നമ്മുടെ നാടിന്റെ ഒരു സിറ്റുവേഷൻ തന്നെ ആകെ മാറ്റിയിരിക്കുന്നു. അരക്ഷിതാവസ്ഥയാണ്. കാരണം യുവജനങ്ങളുടെ ഇടയിലേക്ക് ഈ ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള മാഫിയകൾ, ലഹരി മാഫിയകൾ തടിച്ച് കൊഴുത്ത് ഈ ചെറുപ്പക്കാരെ മുഴുവൻ ഇതിലേക്ക് വലിച്ചിട്ട് ഇവരെ നശിപ്പിച്ച്, കാരണം അടുത്ത തലമുറ ചിന്താശേഷിയില്ലാത്ത ആളുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ചിന്താശേഷിയുള്ള ഒരു ജനതയാണ് ആവശ്യമുള്ളത്. ഓരോ രാജ്യത്ത് നിരവധി സംവിധാനങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ അടുത്ത തലമുറ കയറി ഇരുന്ന് ഇതിന് മുന്നോട്ട് നയിക്കേണ്ടതാണ്. ഈ മുന്നോട്ട് നയിക്കേണ്ട യുവജനത ലഹരിക്കടിറ്റായിട്ട് പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് നോക്കുക എത്രത്തോളം ഗുരുതരമായിട്ടുള്ള അപകടത്തിലൂടെയാണ് നമ്മുടെ നാട് പോകുന്നത്. അപ്പൊ ഇതിനൊക്കെ എല്ലാം കാരണമായിട്ട് നിൽക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള സംവിധാനങ്ങളാണ്. പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ഭീകരവാദ സംഘടനകളാണ്. ഈ സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ച് ഓരോ വർഷവും മുന്നോട്ട് പോയിരുന്ന സമയത്ത് ഇവിടുത്തെ ഭരണകൂടം എന്താണ് ചെയ്തിട്ടുള്ളത്, ഇവരെ തടയിടാൻ എന്താണ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള സംവിധാനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തകർക്കാനായിട്ട് പിണറായി വിജയന്റെ ഭാഗത്ത് എന്താണ്? പിണറായി വിജയനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൽ അധികാരത്തിൽ ഇരിക്കാൻ തുടങ്ങിയ സമയം മുതൽക്കേ പരമാവധി ആ പറയുന്ന ആളുടെ സപ്പോർട്ട് ഈ സംഘടനക്കുണ്ട്. തർക്കമില്ല. കാരണം PFI നിരോധനത്തിന് തൊട്ട് മുന്നേ ഇവരുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഇവർ നടത്തിയ ഒരു ഹർത്താലുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 കോടിക്ക് രൂപ മുകളിലുള്ള നഷ്ടം ഇവിടെ ഈ ഭീകരവാദികൾ അടിച്ച് തകർത്തുകൊണ്ടുണ്ടാക്കിയിരുന്നു. അതിനെതിരെ നടപടിയെടുക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഇതിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കാൻ പോലും സർക്കാരിനായത്. അത്രക്ക് നീചമായിട്ടുള്ള ചിന്താഗതിയുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ അടക്കം സത്യസരണി പോലുള്ള സംവിധാനങ്ങളെ രണ്ടാമതും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപകടകരമായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ നിയമപാലകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാവരുടെയും ഭാഗത്തുനിന്നുള്ള കൃത്യമായിട്ടുള്ള പിന്തുണയാണ് നമ്മുടെ സമൂഹം ഇന്ന് ആഗ്രഹിക്കുന്നത്.